ഇന്ന് നമുക്കൊരു നീർദോശ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതായത് ഇടിയപ്പം പത്തിരിപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇല്ലാതെയും ചെയ്യാം, പക്ഷേ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് കൂടും കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കട്ട കുത്തും. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷനിലാണ്, പഞ്ചസാര ചേർത്തില്ലേ കുഴപ്പമില്ല, ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് തേങ്ങ അരയുന്ന പരുവം വരെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, അത്രയും മതിയാകും. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ബാറ്ററി അല്ല ആവശ്യമുള്ളത്, നല്ല ലൂസായിരിക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും സാധാരണ പച്ചവെള്ളം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. നന്നായി ചൂടായിട്ടുള്ള ഇരുമ്പിൻ്റെ കല്ലാണെങ്കിൽ നിങ്ങളൊന്ന് എണ്ണ തൂക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നോൺ സ്റ്റിക്കാണ്, ഞാൻ എണ്ണയൊന്നും തൂകുന്നില്ല. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഹോൾസുള്ള നീർദോശ കിട്ടും. നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെക്കാതെ തുറന്ന് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താലും മതി, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എളുപ്പത്തിലൊക്കെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. നല്ല ചിക്കൻ കറിയുടെ കൂടെയൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.